ഒരു രസകരമായ സംഭവം ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. മോഷണത്തിനിടയിൽ ഒരു കള്ളൻ ഉറങ്ങിപ്പോയ സംഭവമാണ് കേട്ടോ. ആള് കുപ്രസിദ്ധി ആർജിച്ച ഒരു മോഷ്ടമാണ് കേട്ടോ. പുള്ളിക്ക് സ്ഥിരം പുള്ളി തിരഞ്ഞെടുക്കുന്നത് ഈ അമ്പലങ്ങളും ഈ ദേവാലയങ്ങളൊക്കെയാണ്. കാണിക്കവഞ്ചിയാണ് പുള്ളിയുടെ ഇഷ്ട ഐറ്റം. അത് കുത്തി തുറന്ന് പണം കൊണ്ടുപോകുന്ന പരിപാടിയാണ് പുള്ളിക്കുള്ളത്. ഇയാള് തിരുവനന്തപുരം നെയ്യാറ്റിൻകര വെള്ളറടയിലെ ഒരു ക്ഷേത്രത്തിലെത്തി. ആ ക്ഷേത്രത്തിന്റെ പേര് കോവിലൂർ ശ്രീ കഴുകുവാൽ വട്ടം ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലാണ് മോഷണത്തിനായി ഇയാൾ എത്തിയത്. മോഷണം നടത്തുന്നതിനിടയിൽ ആൾക്ക് നല്ല ഉറക്കം വന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, തിടപ്പള്ളിയിൽ ഇരുന്ന ആളങ്ങ് സുഖ ഉറക്കം. രാവിലെ പൂജാരി ക്ഷേത്രം തുറക്കാനായിട്ട് എത്തിയപ്പോൾ ക്ഷേത്രം പൊളിച്ച നിലയിലൊക്കെ കണ്ടു. അങ്ങനെ പൂജാരി ക്ഷേത്രം ഭാരവാഹികളെ അറിയിച്ചു. ഭാരവാഹികളെത്തി അവര് പരിസരമൊക്കെ നിരീക്ഷിക്കുന്നതിനിടയിലാണ് തിടപ്പള്ളിയിൽ ഇരുന്ന ഒരാള് കസേരയിലിരുന്ന് സുഖ ഉറക്കം. ആളിനെ തട്ടി വിളിച്ചിട്ടൊന്നും എഴുന്നേക്കുന്നില്ല. ഇദ്ദേഹത്തിന് അടുത്തു നിന്ന് ഈ എണ്ണ, സോപ്പ്, ഈ മോഷണത്തിന് എന്തൊക്കെ സംഭവങ്ങളുണ്ടോ അതെല്ലാം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. കള്ളനാണെന്ന് ബോധ്യപ്പെട്ട ക്ഷേത്രം ഭാരവാഹികൾ പോലീസിനെ വിവരിച്ചു. പോലീസ് സ്ഥലത്തെത്തി. ഈ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കുപ്രസിദ്ധി ആർജിച്ച നിരവധി മോഷണ കേസിലെ പ്രതിയായിട്ടുള്ള തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള സെന്തിൽ എന്ന് പറഞ്ഞ ആളാണെന്ന് മനസ്സിലായത്. ആള് സംസാരശേഷി ഇല്ലാത്തൊരു മനുഷ്യനാണ്, പക്ഷെ കയ്യിലിരിപ്പ് ഇതാണ്. എന്തായാലും ആളിനെ പോലീസ് പൊക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. എന്തായാലും കുപ്രസിദ്ധി ആർജിച്ച മോഷ്ടാവൊക്കെയാണ്, എന്നാലും ഇത്രയും ഗതികെട്ട കള്ളൻ